ഒരു കുടുംബം പോലെ ഒന്നിച്ചു കഴിഞ്ഞവർ, ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർ, ഇന്ന് ആരെന്നറിയാത്തവർ, അവർ ഒന്നിച്ചു മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ കണ്ണീരോടെ വിടാം. തലക്കെട്ടുകളിലേക്ക് ആദ്യം. ഉരുളെടുത്തവർ ഒന്നിച്ച് മണ്ണോട് ചേരുന്നു. പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് സംസ്കരിക്കുന്നത് 30 മൃതദേഹവും 158 ശരീരഭാഗങ്ങളും. സംസ്കരിക്കുന്നത് തിരിച്ചറിയാനാവാത്തവരുടെ മൃതദേഹം. വയനാട് ഉരുൾ ദുരന്തത്തിൽ പൊലിഞ്ഞത് 368 ജീവൻ. ഇനി കണ്ടെത്താനുള്ളത് 200ഓളം പേരെ. ദുരന്തഭൂമിയെ 12 സോണുകളായി തിരിച്ച് പരിശോധന. ഇന്ന് 7 ഇടങ്ങളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെടുത്തത് 6 മൃതദേഹം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടു. സഹോദരിക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്നു. പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറി സമരക്കാർ. പ്രക്ഷോഭത്തിൽ മരണം 300 കടന്നു. രാഷ്ട്രീയ സ്ഥിരതയ്ക്കൊടുവിൽ ബംഗ്ലാദേശിൽ പട്ടാള ഭരണം. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈനിക മേധാവി വഖാർ ഉസ്മാൻ. സമരക്കാരുമായി ചർച്ച നടത്തി പ്രശ്നം ഉടൻ പരിഹരിക്കും. വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർക്കില്ല എന്നും സൈനിക മേധാവി. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. CBI കേസിലെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഷിരൂർ ദൗത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. സർക്കാരിന് വാക്കാൽ നിർദ്ദേശം നൽകി. കാലാവസ്ഥ അനുകൂലമായാൽ ദൗത്യം പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ.